ഈ വീഡിയോ മഞ്ഞപ്പട, കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി, മറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് വിങ്ങുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. നമുക്കെല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ലെസസ്റ്റർ സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടുത്തെ ഫാൻസ് റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ പ്രൊട്ടസ്റ്റ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 2016 പ്രീമിയർ ലീഗ് ടൈറ്റിലൊക്കെ അടിച്ച ലെസസ്റ്റർ സിറ്റി കഴിഞ്ഞതിന്റെ മുമ്പത്തെ സീസണിൽ പ്രീമിയർ ലീഗിൽ നിന്ന് റെലഗേറ്റ് ആയി സെക്കൻഡ് ഡിവിഷനായ ചാമ്പ്യൻഷിപ്പിലേക്ക് പോവുകയും അവിടുന്ന് വീണ്ടും റെലഗേറ്റ് ആയി തേർഡ് ഡിവിഷനിലേക്ക് തഴയപ്പെടുകയും ചെയ്തിരിക്കുന്നു. സോ ഫാൻസ് ഇപ്പോ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. അവര് റോഡിൽ ഇറങ്ങി സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സും ആരാധകരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റുകൾ പോലും വളരെ ലേറ്റ് ആണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സോ നമ്മളും റോഡിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കും ഇതുപോലെയുള്ള പല സിറ്റുവേഷൻസും ഇനി വന്നിരിക്കും. സോ നമ്മളിപ്പോ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് ആഷ്ലി വെസ്റ്റ്വുഡിനെ പോലെ ഒരു മാനേജർ വന്നതും അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് 2 പ്ലേയേഴ്സ് വന്നതും സോ നമുക്ക് 2 മത്സരങ്ങൾ ജയിക്കാൻ കഴിഞ്ഞതും ഒക്കെ നമ്മുടെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാണ്. സോ നമ്മൾ അങ്ങനെയുള്ള പ്രൊട്ടസ്റ്റുകളൊന്നും ചെയ്യാതെ നേരെ ഗ്യാലറിയിൽ ഇരുന്ന് ഉപ്പ് സത്യാഗ്രഹവും കളിച്ചിരുന്നിരുന്നെങ്കിൽ നമ്മളിപ്പോ റെലഗേറ്റ് ആയതിനെ ഉറപ്പായിരുന്നു. പിന്നെ ഐ ലീഗിൽ നിന്നൊരു തിരിച്ചുവരവൊന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അതേപോലെ നമ്മുടെ പ്രൊട്ടസ്റ്റും നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ മിണ്ടാതെ ഗ്യാലറിയിൽ ഇരുന്നതിൽ നിന്ന് നമ്മൾ ബോയ്ക്കോട്ട് എന്ന അപ്ഡേറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ചില റിസൾട്ടുകൾ ഉണ്ടായി തുടങ്ങി. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് റോഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഇതേപോലെ ലെസസ്റ്ററിന്റെ ഫാൻസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ചെൽസിയുടെ ഫാൻസ് ചെയ്യുന്നത് പോലെ റോഡിലേക്ക് ഇറങ്ങി പ്ലക്കാർഡുകളും ബാനേഴ്സും ആയിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങേണ്ടിയിരിക്കുന്നു. കളി നടക്കുന്ന ആ ദിവസം തന്നെ കളി സ്റ്റേഡിയത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പ്രൊട്ടസ്റ്റുമായിട്ട് സ്റ്റേഡിയത്തിന് വെളിയിലുണ്ടാവണം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ പ്രൊട്ടസ്റ്റ് കൊണ്ടുപോയാൽ അബിക്കൊക്കെ വരട്ടെ, വണ്ടി തടഞ്ഞു നിർത്തി നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നെക്സ്റ്റ് സീസണിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ടീമിനെ നമുക്ക് കിട്ടൂ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സീസൺ നമുക്ക് കിട്ടൂ. കാരണം ഇവരിനിയും വിചാരിക്കുന്നത്, മാനേജ്മെന്റ് ഇനി വിചാരിക്കുന്നത് ഇനിയിപ്പോ 3 മത്സരങ്ങളേ ഉള്ളൂ, ഇത് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങും, അടുത്ത പ്രാവശ്യം ആരെങ്കിലും കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരാം, എന്നിട്ട് ഇനാഗുറേഷൻ മാച്ച് നമുക്ക് ഇവിടെ എങ്ങനെയും എത്തിക്കാനുള്ള പരിപാടികൾ നോക്കാം, സോ ഫാൻസ് വീണ്ടും കയറിക്കോളും, അവരങ്ങ് അടങ്ങിക്കോളും എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവർ മൂവ് ചെയ്യും. സോ അതിന് നമ്മൾ സമ്മതിക്കരുത്. ഈ സീസൺ തീർന്നാലും അടുത്ത സീസൺ തുടങ്ങിയാലും നമ്മുടെ പ്രൊട്ടസ്റ്റ്, നമ്മളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് വരെ, നമുക്ക് ടീം ബെറ്റർ ആയി എന്ന് തോന്നുന്നത് വരെ നമ്മുടെ പ്രൊട്ടസ്റ്റുകൾ തുടരുക. ഇതേപോലെയുള്ള പ്രൊട്ടസ്റ്റുകൾ ആഹ്വാനം ചെയ്യാൻ മഞ്ഞപ്പടയ്ക്കോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിക്കോ ഒക്കെ മാത്രമേ, വലിയ ഈ ഫാൻസ് വിങ്ങുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്യൂ. നമ്മളെല്ലാവരും ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകരും ഏത് ഫാൻസ് വിങ്ങിന്റെ കൂടെ ആണെങ്കിലും ഒപ്പം ഉണ്ടാവും. താങ്ക് യു.